നിശ്ചയദാർഢ്യം കൊണ്ട് വിസ്മയം തീർത്ത ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സാധാരണയായി ആളുകൾ ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്ന പ്രായം ഏതാണെന്ന് നമുക്കറിയാം. 60 അല്ലെങ്കിൽ 65 വയസ്സ്. എന്നാൽ തന്റെ 65-ാം വയസ്സിൽ ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച ഒരാളുണ്ട്. അതാണ് ദ ലീല ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ സ്ഥാപകൻ ക്യാപ്റ്റൻ CP കൃഷ്ണൻ നായർ. പ്രായം എന്നത് വെറും ഒരു നമ്പർ മാത്രമാണെന്ന് അദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നു. കണ്ണൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് പിന്നീട് കൈത്തറി വ്യവസായത്തിൽ വിജയം നേടി ഒടുവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ലക്ഷറി ഹോട്ടലുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച് അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. ആവേശകരമായ ആ ജീവിതകഥ നമുക്കൊന്ന് പരിശോധിക്കാം. 1922 ഫെബ്രുവരി 9 കണ്ണൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ചിറ്റാരത്ത് പൂവക്കാട്ട് കൃഷ്ണൻ നായർ എന്ന CP കൃഷ്ണൻ നായർ ജനിച്ചത്. 8 മക്കളുള്ള ഒരു സാധാരണ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അച്ഛൻ ഒരു സർക്കാർ ബിൽ കളക്ടർ ആയിരുന്നു. അമ്മ നെൽകൃഷി നോക്കി നടത്തി. സാമ്പത്തികമായി വലിയ മെച്ചമൊന്നുമില്ലാത്ത ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷേ പഠിക്കാൻ അദ്ദേഹത്തിന് വലിയ മിടുക്കായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സ്കൂളിൽ ചിറക്കൽ രാജാവ് സന്ദർശനം നടത്തി. ആ സമയത്ത് 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കൃഷ്ണൻ നായർ രാജാവിനെക്കുറിച്ച് ഒരു കവിത എഴുതി അവിടെ വെച്ച് ചൊല്ലി. ആ കൊച്ചു കുട്ടിയുടെ കവിത കേട്ട് രാജാവ് സന്തോഷിച്ചു. അദ്ദേഹം കൃഷ്ണൻ നായരെ അടുത്തു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പഠനത്തിലുള്ള മുഴുവൻ ചെലവും ഞാൻ വഹിക്കാം. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. രാജാവ് നൽകിയ സ്കോളർഷിപ്പാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് തുണയായത്. ചെറുപ്പത്തിൽ തന്നെ രാജ്യസ്നേഹം അദ്ദേഹത്തിന്റെ രക്തത്തിലുണ്ടായിരുന്നു. 13-ാം വയസ്സിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായി. അക്കാലത്ത് കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരുമായി അദ്ദേഹം അടുത്തു. അവരുടെ കൂടെ പ്രവർത്തിക്കാനും പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാനും അദ്ദേഹം മടി കാണിച്ചില്ല. കോളേജ് പഠനത്തിനായി അദ്ദേഹം മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ കയ്യിൽ പണമില്ല. അദ്ദേഹം വീണ്ടും ചിറക്കൽ രാജാവിനെ പോയി കണ്ടു. അപ്പോൾ രാജാവിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. എന്നാൽ രാജാവ് തന്റെ കൈവിരലിൽ കിടന്ന വലിയൊരു ഡയമണ്ട് മോതിരം ഊരി അദ്ദേഹത്തിന് നൽകി. അത് വിറ്റ് പഠിക്കാനുള്ള പണം കണ്ടെത്താൻ പറഞ്ഞു. ആ സഹായം അദ്ദേഹം ഒരിക്കലും മറന്നില്ല. പഠനം കഴിഞ്ഞ് 1942 അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു റിക്രൂട്ട്മെന്റ്. വയർലെസ് ഓഫീസറായിട്ടായിരുന്നു നിയമനം. ഇന്നത്തെ പാകിസ്ഥാനിലുള്ള അബോട്ടാബാദ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റിംഗ്. അവിടെ വെച്ച് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള വലിയ നേതാക്കളെ കാണാനിടയായി. സൈനിക ജീവിതം അദ്ദേഹത്തിന് വലിയ അച്ചടക്കം നൽകി. മറാഠ ലൈറ്റ് ഇൻഫൻട്രിയിൽ അദ്ദേഹം ക്യാപ്റ്റൻ റാങ്ക് വരെ ഉയർന്നു. അങ്ങനെയാണ് അദ്ദേഹം ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. 1950 അദ്ദേഹം ലീലാമ്മയെ വിവാഹം കഴിച്ചു. കണ്ണൂരിലെ ഒരു വ്യവസായിയുടെ മകളായിരുന്നു ലീല. വിവാഹശേഷം ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് 1951 അദ്ദേഹം ആർമിയിൽ നിന്ന് രാജിവെച്ചു. ആർമി വിട്ട ശേഷം അദ്ദേഹം ഭാര്യയുടെ അച്ഛന്റെ കൈത്തറി ബിസിനസ്സിൽ സഹായിക്കാൻ തുടങ്ങി. അവിടെയും അദ്ദേഹം തന്റേതായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഓൾ ഇന്ത്യ ഹാൻഡ്ലൂം ബോർഡ് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. ഇന്ത്യൻ കൈത്തറി വസ്ത്രങ്ങൾ വിദേശത്ത് വിൽക്കാൻ അദ്ദേഹം കഠിനമായി ശ്രമിച്ചു. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാക്കിയതിന് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്. അദ്ദേഹം ബ്ലീഡിംഗ് മദ്രാസ് എന്ന പേരിൽ ഒരു തുണിത്തരം അമേരിക്കയിൽ അവതരിപ്പിച്ചു. ഈ തുണിയുടെ പ്രത്യേകത എന്തെന്നാൽ കഴുകും തോറും ഇതിന്റെ നിറമിളകും. ഇതൊരു ന്യൂനതയായിട്ടാണ് സാധാരണക്കാർ കാണുക. എന്നാൽ ക്യാപ്റ്റൻ നായർ ഇതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി. ഇത് നാച്ചുറൽ ഡൈ ഉപയോഗിച്ച തുണിയാണ്. ഓരോ തവണ കഴുകുമ്പോഴും നിങ്ങൾക്ക് പുതിയൊരു നിറം ലഭിക്കുമെന്ന് അദ്ദേഹം വിദേശികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പ്രശസ്തമായ ബ്രൂക്സ് ബ്രദേഴ്സ് എന്ന അമേരിക്കൻ കമ്പനി ഇത് ഏറ്റെടുത്തു. അങ്ങനെ അമേരിക്കയിൽ ബ്ലീഡിംഗ് മദ്രാസ് വസ്ത്രങ്ങൾ ഒരു തരംഗമായി മാറി. ഇത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിച്ചു. പിന്നീട് അദ്ദേഹം മുംബൈയിൽ സഹാർ എന്ന സ്ഥലത്ത് ലീല സ്കോട്ടിഷ് ലേസ് എന്ന പേരിൽ ഒരു വസ്ത്രനിർമ്മാണ യൂണിറ്റ് തുടങ്ങി. വസ്ത്രവ്യാപാരത്തിലൂടെ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. യൂറോപ്പിലെയും അമേരിക്കയിലെയും വമ്പൻ ഹോട്ടലുകളിൽ അദ്ദേഹം താമസിച്ചു. ആഡംബരവും സൗകര്യങ്ങളും അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കി. സാധാരണഗതിയിൽ എല്ലാവരും വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമാണ് 65. പക്ഷെ ക്യാപ്റ്റൻ നായർക്ക് അപ്പോൾ പുതിയൊരു സ്വപ്നമുണ്ടായിരുന്നു. ഇന്ത്യയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഹോട്ടൽ തുടങ്ങുക. തന്റെ വിദേശ യാത്രകളിൽ കണ്ടതുപോലെയുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിലും വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അക്കാലത്ത് മുംബൈയിൽ എയർപോർട്ടിനടുത്ത് നല്ല ഹോട്ടലുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. സഹാർ എയർപോർട്ട്, ഇന്നത്തെ ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്ന സമയമായിരുന്നു അത്. എയർപോർട്ടിനടുത്ത് അദ്ദേഹത്തിന് സ്വന്തമായി കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരു ലക്ഷറി ഹോട്ടൽ പണിയാൻ അദ്ദേഹം തീരുമാനിച്ചു. പലരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. ഈ വയസ്സുകാലത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു പണിക്ക് പോകുന്നത്? മാത്രമല്ല ആ സ്ഥലം അന്ന് കാള് പിടിച്ച് കിടക്കുകയായിരുന്നു. ചുറ്റും ചേരി പ്രദേശങ്ങളായിരുന്നു. ഇവിടെ ആര് വന്ന് താമസിക്കാനാണ് എന്ന് എല്ലാവരും സംശയിച്ചു. എന്നാൽ ക്യാപ്റ്റൻ നായർക്ക് വ്യക്തമായ വിഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയുടെ പേരായ ലീല എന്ന് ഹോട്ടലിന് പേരിട്ടു. 1986 ദ ലീല മുംബൈ പ്രവർത്തനം ആരംഭിച്ചു. അത് ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് ഹോട്ടലായി മാറി. അദ്ദേഹം വെറും ഒരു കെട്ടിടം മാത്രമല്ല അവിടെ പണിതത്. ആ സ്ഥലം മുഴുവൻ അദ്ദേഹം പച്ചപ്പ് കൊണ്ട് നിറച്ചു. ആയിരക്കണക്കിന് മരങ്ങൾ അദ്ദേഹം അവിടെ നട്ടുപിടിപ്പിച്ചു. മലിനജലം ശുദ്ധീകരിച്ച് ചെടികൾ നനയ്ക്കാൻ ഉപയോഗിച്ചു. അങ്ങനെ തരിശായി കിടന്ന ആ പ്രദേശം ഒരു പൂന്തോട്ടമായി മാറി. വിദേശികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ഹോട്ടൽ ഒരുക്കി. മുംബൈയിലെ വിജയം അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകി. പിന്നീട് അദ്ദേഹം ഗോവയിൽ ഒരു റിസോർട്ട് തുടങ്ങാൻ തീരുമാനിച്ചു.
ഗോവയിലെ ലീല ഹോട്ടൽ പണിയുമ്പോൾ അവിടെയുള്ള പാറക്കെട്ടുകൾ പൊട്ടിച്ചു മാറ്റാതെ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ നിർമ്മാണം നടത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചു. പോർച്ചുഗീസ് ശൈലിയിലാണ് ആ ഹോട്ടൽ നിർമ്മിച്ചത്. അടുത്ത ലക്ഷ്യം ബാംഗ്ലൂരായിരുന്നു. IT സിറ്റിയായി ബാംഗ്ലൂർ വളരുന്ന കാലം. അവിടെ ദ ലീല പാലസ് അദ്ദേഹം പണിതു. മൈസൂർ കൊട്ടാരത്തിന്റെ മാതൃകയിലാണ് അത് നിർമ്മിച്ചത്. ഇന്നും ബാംഗ്ലൂരിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിൽ ഒന്നാണത്. അതിന്റെ നിർമ്മാണ സമയത്ത് പലരും പറഞ്ഞു, എയർപോർട്ട് നഗരത്തിന് പുറത്തേക്ക് മാറാൻ പോവുകയാണ്, ഇവിടെ ഹോട്ടൽ പണിതാൽ ലാഭം കിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് ആ പ്രദേശം വലിയൊരു ബിസിനസ് ഹബ്ബായി മാറി. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം വീണ്ടും ശരിയാണെന്ന് തെളിഞ്ഞു. പിന്നീട് തിരുവനന്തപുരത്തെ കോവളത്തും ഉദയ്പൂരിലും ന്യൂഡൽഹിയിലും ചെന്നൈയിലും എല്ലാം ലീല ഹോട്ടലുകൾ ഉയർന്നു. ഓരോ ഹോട്ടലും ഓരോ വിസ്മയമായിരുന്നു. ഉദയ്പൂരിലെ ലീല പാലസ് പിച്ചോള തടാകത്തിന്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയിലെ ഹോട്ടലാകട്ടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെലവേറിയ ഹോട്ടലുകളിൽ ഒന്നാണ്. ഈ യാത്രയിൽ പൂക്കൾ മാത്രമല്ല മുള്ളുകളും ഉണ്ടായിരുന്നു. പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടു. വലിയ ഹോട്ടലുകൾ പണിയാൻ വൻ തുക ലോൺ എടുക്കേണ്ടി വന്നു. ചില സമയങ്ങളിൽ കടം പെരുകി. എതിരാളികളിൽ നിന്ന് ശക്തമായ മത്സരം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഗോവയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ അദ്ദേഹത്തിന് മോശം അനുഭവമുണ്ടായി. അവർ അദ്ദേഹത്തെ ശരിയായി പരിഗണിച്ചില്ല. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഇതിലും മികച്ച ഒരു ഹോട്ടൽ ഞാൻ തൊട്ടടുത്ത് തന്നെ പണിയുമെന്ന്. അങ്ങനെയാണ് ഗോവ ലീല ഉണ്ടായത്. വാശി അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിൽ പ്രധാനമായും 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 1 കഠിനാധ്വാനം, 2 ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവം. അതിഥികളെ ദൈവമായി കാണുന്ന അതിഥി ദേവോ ഭവ എന്ന ഭാരതീയ സംസ്കാരം അദ്ദേഹം തന്റെ ഹോട്ടലുകളിൽ നടപ്പിലാക്കി. വരുന്ന ഓരോ ഗസ്റ്റിനും രാജകീയമായ പരിഗണന ലഭിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ബിസിനസിനേക്കാൾ ഉപരിയായി അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു. അദ്ദേഹം പണിത എല്ലാ ഹോട്ടലുകൾക്ക് ചുറ്റും മനോഹരമായ പൂന്തോട്ടങ്ങൾ കാണാം. താൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. മുംബൈയിലെ എയർപോർട്ട് റോഡിന് ഇരുവശവും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മുൻകൈ പ്രകാരമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി ഭാര്യ ലീലയായിരുന്നു. തന്റെ എല്ലാ വിജയങ്ങളും അദ്ദേഹം ഭാര്യയ്ക്ക് സമർപ്പിച്ചു. ഹോട്ടൽ ഗ്രൂപ്പിന് മാത്രമല്ല, തന്റെ വസ്ത്രവ്യാപാര കമ്പനിക്കും ലീലയുടെ പേരാണ് അദ്ദേഹം നൽകിയത്. എന്റെ വിജയത്തിന് കാരണം എന്റെ ഭാര്യയാണ്, അവരാണ് എന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 64 വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിച്ചു. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ രാജ്യം ആദരിച്ചു. 2010 ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി. കൂടാതെ ഹോട്ടലിയർ ഓഫ് ദി സെഞ്ചുറി എന്ന ബഹുമതിയും അദ്ദേഹത്തെ തേടിയെത്തി. 2014 മെയ് 17 92-ാം വയസ്സിൽ ക്യാപ്റ്റൻ CP കൃഷ്ണൻ നായർ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് വരെ അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു. തന്റെ ഹോട്ടലുകളിലെ പൂന്തോട്ടങ്ങളിൽ നടക്കാനും ജീവനക്കാരോട് സംസാരിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ മക്കളായ വിവേക് നായരും ദിനേശ് നായരും ആ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബ്രൂക്ക്ഫീൽഡ് അസറ്റ് മാനേജ്മെന്റ് എന്ന വിദേശ കമ്പനിയാണ് ഇപ്പോൾ ലീല ഗ്രൂപ്പിന്റെ ഉടമസ്ഥർ. ഷ്ലോസ് ബാംഗ്ലൂർ ലിമിറ്റഡ് എന്ന പേരിലാണ് ഇവർ ബിസിനസ് നടത്തുന്നത്. 2025 പകുതിയോടെ കമ്പനി ഓഹരി വിപണിയിൽ IPO വഴി പണം സമാഹരിച്ചു. കടങ്ങൾ വീട്ടാനും പുതിയ ഹോട്ടലുകൾ തുടങ്ങാനും ഈ പണം ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ലീലയ്ക്കിപ്പോൾ 13 ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായി കമ്പനി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഗ്ര, ശ്രീനഗർ, അയോധ്യ, സിക്കിം തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ ഹോട്ടലുകൾ വരുന്നുണ്ട്. വന്യജീവി സങ്കേതങ്ങളായ രത്തംബോർ, ബാന്ധവ്ഗഡ് എന്നിവിടങ്ങളിലും റിസോർട്ടുകൾ പണിയുന്നു. ദുബായിൽ പുതിയ റിസോർട്ട് തുടങ്ങാനും ഇവർക്ക് പദ്ധതിയുണ്ട്. കമ്പനി ഇപ്പോൾ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ മികച്ച വരുമാനം നേടാൻ ഇവർക്ക് സാധിച്ചു. ലോകത്തിലെ മികച്ച ഹോട്ടൽ ബ്രാൻഡുകളിൽ ഒന്നായി ലീല പലതവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആഡംബര ടൂറിസം മേഖലയിലെ വളർച്ച മുതലാക്കാനാണ് ലീല ഗ്രൂപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്. തിരുവനന്തപുരം കോവളത്തെ ലീല ഹോട്ടലിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ പ്രവാസി വ്യവസായിയായ B രവിപിള്ളയാണ്. ഇദ്ദേഹം RP ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. 2011 500 കോടി രൂപ നൽകിയാണ് രവിപിള്ള ഈ ഹോട്ടൽ സ്വന്തമാക്കിയത്. ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ സ്ഥാപിച്ച ലീല ഗ്രൂപ്പിൽ നിന്നാണ് അദ്ദേഹം ഇത് വാങ്ങിയത്. ഇപ്പോൾ ദി ലീല കോവളം റാവിസ് ഹോട്ടൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹോട്ടലിന്റെ ഉടമസ്ഥാവകാശം രവിപിള്ളയ്ക്കാണെങ്കിലും ഇതിന്റെ ഭരണം നടത്തുന്നത് ലീല ഗ്രൂപ്പ് തന്നെയാണ്. പണ്ട് കേന്ദ്ര സർക്കാരിന്റെ ITDC അശോക ബീച്ച് റിസോർട്ടായിരുന്നു ഈ ഹോട്ടൽ. പിന്നീട് പല കൈമറിഞ്ഞാണ് ഇപ്പോൾ രവിപിള്ളയുടെ ഉടമസ്ഥതയിലെത്തിയത്. ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യത്തെ കാര്യം, സ്വപ്നം കാണാൻ പ്രായം ഒരു തടസ്സമല്ല എന്നതാണ്. 65 വയസ്സ് കഴിഞ്ഞാണ് അദ്ദേഹം തന്റെ ഏറ്റവും വലിയ സംരംഭം തുടങ്ങിയത് എന്ന് ഓർക്കണം. വിരമിക്കൽ എന്നത് വെറുതെ ഇരിക്കാനുള്ള സമയമല്ല, മറിച്ച് പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള അവസരമാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. രണ്ടാമതായി, അവസരങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്. ഒരു സാധാരണ തുണിത്തരത്തെ ബ്ലീഡിംഗ് മദ്രാസ് എന്ന പേരിൽ ലോക വിപണിയിൽ എത്തിച്ചതും കാട് പിടിച്ചു കിടന്ന സ്ഥലത്ത് പഞ്ചനക്ഷത്ര ഹോട്ടൽ പണിതതും അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയാണ് കാണിക്കുന്നത്. മൂന്നാമതായി, പ്രകൃതിയോടുള്ള സ്നേഹം. വികസനം വരുമ്പോൾ മരങ്ങൾ വെട്ടിമാറ്റുകയല്ല, മറിച്ച് കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് കെട്ടിപ്പടുത്ത അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിന്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.